ഹലോ ഗൈസ്, വീണ്ടും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 3 സ്പെഷ്യൽ ഡൈകാസ്റ്റ് വണ്ടികൾ ഇന്ന് അൺബോക്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഫുള്ള് വണ്ടീനെ പറ്റിയായിരിക്കും. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. ഗൈസ്, ഈ 3 ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസിലെ 3 ഡൈകാസ്റ്റ് മോഡലുകളാണ്. അപ്പം ഇതായിരിക്കും ഇന്ന് നമ്മൾ ഫുള്ള് തുറന്ന് നോക്കുന്നത്, എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളതെന്ന്. ഇതാ ഗൈസ് നമ്മുടെ ആദ്യത്തെ മോഡല്. ഇത് ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസ് 7 ഒരു ഹെലികോപ്റ്ററിൽ നിന്നല്ല, ഒരു പ്ലെയിനിൽ നിന്ന് ഇവരെടുത്ത് ജമ്പ് ചെയ്യുന്ന വണ്ടിയാണ്. ബ്രൈൻ ഓടിച്ച സൂബ്രുവിൻ്റെ ഇംപ്രസ WRX STI എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടി. പിന്നെ നമ്മുടെ ഇതൊരു ബ്ലാക്ക് സൂപ്ര മാർക്ക് 4 1995 സൂപ്ര മോഡലാണ്. ഇതും ഏതോ ഒരു ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസിൻ്റെ മൂവിയിലുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ നിസാൻ്റെ 350Z എന്ന് പറയുന്ന മോഡല്. ഈ വണ്ടി ആക്ച്വലി ടോക്കിയോ ഡ്രിഫ്റ്റിംഗ് ഓടിച്ച വണ്ടിയാണ് ഈ ഒരു മോഡല്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല ഒറിജിനൽ പോലെ കറക്റ്റ് ഡീറ്റെയിലിംഗ് ഈ മോഡലെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇത് ബോക്സിൽ നിന്ന് ഇറക്കിയിട്ട് വെളിയിലോട്ട് കൊണ്ടുവരാം. ഗൈസ്, നമ്മൾ 3 വണ്ടിയും അൺബോക്സ് ചെയ്തിരിക്കുന്നു. അത് ആ മഞ്ഞ കാണുന്ന പോർഷെ ഇന്നലെ വന്നത്, ഞാൻ ഇന്നലെ തന്നെ പൊട്ടിച്ചായിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ സൈഡിൽ കൂടെ പറയത്തേ ഉള്ളൂ. ഇതാണ് ഗൈസ് നമ്മുടെ ടൊയോട്ടൻ്റെ സൂപ്ര, നിസാൻ്റെ നിസാൻ 350Z, സൂബ്രുവിൻ്റെ ഇംപ്രസ STI. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ ഗൈസ്, ഇതിൻ്റെ ഡോറൊക്കെ തുറക്കും. നല്ല ഒറിജിനലായിട്ട് ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ട്രങ്ക് തുറക്കും. നൈട്രോക്സിൻ്റെ 2 ബോട്ടിലിരിപ്പുണ്ട് അവിടെ. ഈ സൈഡും തുറക്കും. ഇതും തുറക്കുന്ന ഗൈസ്, ഒരു സെക്കൻഡ് ഞാൻ ഇതും തുറന്ന് കാണിക്കാം. ഗൈസ്, ഇതിൻ്റെ ബോണറ്റും തുറന്നു. ഇതാ ഫേമസ് 2JZ എഞ്ചിന് നിങ്ങൾക്ക് കാണാം. നല്ല കിടിലൻ ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുന്നത്. വണ്ടീൻ്റെ പേരും പുറകിൽ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് ഗൈസ്. ക്യാമറ അത്രയും പിടിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെയിൽ ലൈറ്റ് ഇച്ചിരി കളിപ്പീരായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ബാക്കിയെല്ലാം അതുപോലെ ഒറിജിനാലിറ്റിയിൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സൂപ്രൻ്റെ കഥ. ഗൈസ്, ഇനി അടുത്ത് നമുക്ക് സൂബ്രുവിൻ്റെ ഇംപ്രസ നോക്കാം. ഗൈസ്, പിന്നെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഫുൾ മെറ്റലാണ്. ഇത് പിടിക്കാൻ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഇതിൻ്റെ ഡോറ് തുറക്കും, രണ്ടും ഡിക്കിയും തുറക്കും. പിന്നെ ബോണറ്റും. ഇതിൻ്റെ എൻജിൻ കാണാൻ ഭയങ്കര രസം. ബോക്സർ എൻജിനായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻടേക്കിൻ്റെ ആ ബാലൊക്കെ കൊടുത്തേക്കുന്നത്. ഇതാണ് 3ാമത്തെ വണ്ടി. ഇനി നമുക്ക് എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവനെ ഇവിടെ നോക്കാം. ഇതാണ് അടുത്ത വണ്ടി. പോർഷൻ്റെ GT2 RS എന്ന് പറഞ്ഞ മോഡലാണിത്. ഇതിൻ്റെ ഗൈസ് ബോണറ്റ് തുറക്കത്തില്ല, പക്ഷേ എൻ്റെ ഡോറ് തുറക്കും. അത് കണ്ടോ ഗൈസ്, ബംബൽ ബീനെ പോലെ കാണാൻ നല്ല രസമില്ല ഗൈസ്. ഇത്രയുമാണ് പുതിയ വന്നത്. പിന്നെ ജീപ്പിൻ്റെ ഡോറൊക്കെ തുറക്കും ഗൈസ്. റൂബിക്കോൺ ഇതാക്കാം, നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഡോറൊക്കെ തുറന്നു. അപ്പോൾ ഇതിനെ നമുക്ക് മുമ്പോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് നിസാൻ 350Z എടുത്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ സൈഡിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടു കഴിച്ച് കിട്ടില്ല ഒരു മോഡലാണിത്. എനിക്കും ഇത് ആദ്യം പണ്ട് മൂവീസിൽ കണ്ടപ്പോൾ ഈ മോഡൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ വണ്ടി ഇവിടെ മേടിക്കാൻ കിട്ടും ഒറിജിനൽ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ വീലായ കാരണം വിൻ്ററിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഓടിക്കാൻ.
എനിക്ക് ഒരെണ്ണം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇങ്ങനത്തെ ഒറിജിനൽ പുതിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് നോക്കാം. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൈസ്, ആ ഫിലിമിലുള്ള പോലെ സെയിം ഡീറ്റെയിലിംഗ്. സീൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. 350Z നിസാൻ എഴുതിയിട്ടുണ്ട്. ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും ഡോറൊക്കെ തുറന്നു വരും ഗൈസ്. ഇത് നിങ്ങൾക്ക് കാണാം. അകത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മീറ്ററൊക്കെ ഒറിജിനൽ വണ്ടിക്ക് എങ്ങനെയാണോ വരുന്നത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്ന് നോക്കാം. ഇതാണ് ഗൈസ് ഇതിൻ്റെ ബോണറ്റിൻ്റെ അകം. ഈ വണ്ടിയും കാണാൻ നല്ല രസമുണ്ട്. കമൻറ്റ് ചെയ്യുക ഗൈസ്, ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ പോട്ടെ ഈ 5ഉം ഇരിക്കട്ടെ, ഇതും മേളിയിരിക്കുന്ന അതും ഈ മഞ്ഞയും ബ്ലൂവും എല്ലാം കൂടെ. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് ഒന്നുകൂടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ തന്നെ എല്ലാവർക്കും ബൈ ബൈ.